ഹലോ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പൈത്തണിൽ ഒരു റോക്ക് പേപ്പർ സിസർ ഗെയിം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. റോക്ക് പേപ്പർ സിസറിന്റെ ലോജിക്ക് ഓൾറെഡി അറിയുന്നവർക്ക് നേരെ കോഡിലേക്ക് ജമ്പ് ചെയ്യാം. അല്ലാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഇതിന്റെ ലോജിക്ക് ഞാനൊന്ന് പറയാം. ഇതൊരു 2 പ്ലെയർ ഗെയിമാണ്. 2 പേര് നിന്നിട്ട് കളിക്കുന്ന ഗെയിം. എന്നിട്ട് കൈ കൊണ്ട് റോക്ക് പേപ്പർ സിസർ ഇതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു സൈൻ കാണിക്കും 2 പേരും. എന്നിട്ട് ഒരാൾക്ക് റോക്കും ഒരാൾക്ക് പേപ്പറും ആണ് വരുന്നെങ്കിൽ പേപ്പർ റോക്കിനെ കവർ ചെയ്യും. അപ്പൊ പേപ്പർ കിട്ടുന്ന ആള് വിൻ ചെയ്യും. ഓക്കെ, ഒരാൾക്ക് സിസറും ഒരാൾക്ക് പേപ്പറും ആണ് വരുന്നെങ്കിൽ സിസർ പേപ്പറിനെ കട്ട് ചെയ്യും. അപ്പൊ സിസർ വിൻ ചെയ്യും. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താ, ഒരാൾക്ക് റോക്കും ഒരാൾക്ക് സിസറും ആണ് വരുന്നെങ്കിൽ റോക്ക് സിസറിനെ ബ്രേക്ക് ചെയ്യും. അത് കാരണം റോക്ക് വിൻ ചെയ്യും. ഇനി 2 പേരും റോക്കോ 2 പേരും സിസറോ 2 പേരും പേപ്പറോ ആണ് ത്രോ ചെയ്യുന്നതെങ്കിൽ ടൈ ആയിട്ട് നിൽക്കും. ഇതാണ് ഗെയിമിന്റെ ലോജിക്ക്. ഇതിന് പല പല വേർഷൻ ഉണ്ട്. ഈ വേർഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പൈത്തണിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നേരിട്ട് കോഡ് എഴുതാൻ തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ റോക്ക് പേപ്പർ സിസർ .py എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. റോക്ക് പേപ്പർ സിസർ ലിസ്റ്റ് എന്നതിന് പേരിട RPS ലിസ്റ്റ് ഇസ് ഈക്വൽ ടു ഈ 3 വാക്കുകളുള്ള ഒരു ലിസ്റ്റ്. റോക്ക്, ഓക്കെ, പിന്നെ പേപ്പർ, പിന്നെ സിസർ. ഓക്കെ, എന്നിട്ട് അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു 2 പ്ലെയർ ഗെയിം ആണെന്ന്. ഒരു പ്ലെയർ യൂസറും, അതായത് നമ്മളും, രണ്ടാമത്തെ പ്ലെയർ കമ്പ്യൂട്ടറുമാണ്. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കളിക്കുന്ന ഒരു ലോജിക്കാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ റാൻഡം ആയിട്ട് റോക്കോ പേപ്പറോ സിസറോ ഏതെങ്കിലും ഒരെണ്ണം ഗസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളും ഏതെങ്കിലും ഒരെണ്ണം ഗസ് ചെയ്യും, റോക്കോ പേപ്പറോ സിസറോ. എന്നിട്ട് ആ 2 കോമ്പിനേഷനിൽ ആരാണ് ജയിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ കമ്പ്യൂട്ടർ ആദ്യം എന്താണ് ഗസ് ചെയ്യുന്നത്, ഗസ് അല്ല, എന്താണ് ത്രോ ചെയ്യുന്നത് നമുക്ക് എഴുതാം ആ ലോജിക്ക്. അപ്പൊ അതിനെ ഞാൻ കമ്പ്യൂട്ടർ ചോയ്സ് എന്ന് വിളിക്കുകയാണ്. കമ്പ്യൂട്ടറിന്റെ ചോയ്സ്. ഓക്കെ, ഇസ് ഈക്വൽ ടു റാൻഡം ആയിട്ട് എനിക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെന്റ് കമ്പ്യൂട്ടർ ത്രോ ചെയ്യണം. അത് റാൻഡം ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊഡ്യൂൾസ് പഠിച്ചല്ലോ. റാൻഡം എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂൾ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, റാൻഡം മൊഡ്യൂള് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനും ഒരു ലിസ്റ്റിൽ നിന്ന് റാൻഡമായിട്ട് എലമെന്റ് എടുക്കാനെല്ലാം നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ റാൻഡം ഡോട്ട് ചോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് വിളിക്കുകയാണ്. ഓക്കെ, ഒരു മെത്തേഡ് ഈ മൊഡ്യൂളിൽ. എന്നിട്ട് ഈ ലിസ്റ്റ് അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുകയാണ്, നമ്മുടെ RPS ലിസ്റ്റ്. ഇപ്പൊ ഈ RPS ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ, ഏതെങ്കിലും ഒരു എലമെന്റ് റാൻഡം ആയിട്ട് എടുത്തിട്ട് അത് കമ്പ്യൂട്ടർ ചോയ്സിലോട്ട് പോകും. റോക്ക് പേപ്പർ സിസറിൽ ഏതെങ്കിലും ഒരെണ്ണം റാൻഡം ആയിട്ട് ഓരോ പ്രാവശ്യം പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴും എടുത്തിട്ട് അത് കമ്പ്യൂട്ടർ ചോയ്സിലോട്ട് പോകും. ഇനി നമുക്ക് നമ്മളുടെ യൂസർ ചോയ്സ് ഇതേപോലെ എടുക്കണം. ഓക്കെ, യൂസർ ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് യൂസറിനെ ഒന്ന് പ്രോംപ്റ്റ് ചെയ്യാം. ഒരു നമ്പർ എൻ്റർ ചെയ്യൂ എന്ന് പറയണ്ടേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ക്യാപിറ്റലായിട്ട് ഞാൻ പ്രസ് എന്നെഴുതും. എന്നിട്ട് ഞാൻ യൂസറിനോട് ഒരു നമ്പറാണ് എൻ്റർ ചെയ്യാൻ പറയുന്നത്, 1, 2 or 3. അപ്പോൾ 1 for റോക്ക്. ഓക്കെ, എന്നിട്ട് ന്യൂ ലൈൻ കൊടുത്തിട്ട് 2 for പേപ്പർ. ഓക്കെ, എന്നിട്ട് ന്യൂ ലൈൻ കൊടുത്തിട്ട് 3 for സിസർ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ പ്രസ് 1 for റോക്ക്, 2 for പേപ്പർ, 3 for സിസർ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ യൂസർ സ്വാഭാവികമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ന്യൂ ലൈൻ കൂടെ കൊടുക്കാം, നമ്പർ എൻ്റർ ചെയ്യണം. അപ്പോൾ 1 for റോക്ക്, 2 for പേപ്പർ, 3 for സിസർ. ഇനി നമ്മൾ ഈ നമ്പറിൽ നിന്ന് ഈ സ്ട്രിങ് എടുക്കണം. ഓക്കെ, റോക്ക് പേപ്പർ ഓർ സിസർ. അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമുക്കൊരു വേരിയബിളിലോട്ട് യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലോട്ട്, അപ്പം നമ്മൾ യൂസറുടെ അടുത്ത് നിന്ന് ഇൻപുട്ട് വാങ്ങിക്കാൻ ഇൻപുട്ട് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് യൂസർ എൻ്റർ ചെയ്യുന്നത് ഇൻറ്റിജർ ആക്കിയിട്ട് അത് യൂസർ ഇൻപുട്ടിലോട്ട് പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് റോക്ക് പേപ്പർ ഓർ സിസർ കണ്ടുപിടിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ യൂസർ ചോയ്സ് ഇസ് ഈക്വൽ ടു ഈ യൂസർ ഇൻപുട്ട് 1 or 2 or 3 ആയിരിക്കും അല്ലേ. അപ്പോൾ 1 ആണെങ്കിൽ റോക്ക് ആവണം, 2 ആണെങ്കിൽ പേപ്പർ ആണ്, 3 ആണെങ്കിൽ സിസർ. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് എനിക്ക് നേരിട്ട് എലമെന്റ്സ് എടുത്താൽ മതി. അതിന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ RPS ലിസ്റ്റ് ഓഫ്, ഓക്കെ, യൂസർ ചോയ്സ് അല്ല, യൂസർ ഇൻപുട്ട് -1 എന്നെടുക്കും. അതായത് യൂസർ ഇൻപുട്ട് 1 ആണെങ്കിൽ ഈ ലിസ്റ്റിലെ 1 - 1 0th എലമെന്റ് എടുക്കണമെന്ന് അർത്ഥം, വിച്ച് ഇസ് റോക്ക്. ആൻഡ് യൂസർ ഇൻപുട്ട് 2 ആണെങ്കിൽ ഈ ലിസ്റ്റിലെ 2 - 1 അതായത് 1 ഈ ലിസ്റ്റിലെ ഫസ്റ്റ് എലമെന്റ് അതായത് പേപ്പർ എടുക്കണം. യൂസർ ഇൻപുട്ട് 3 ആണെങ്കിൽ 3 - 1 സെക്കൻഡ് എലമെന്റ് ഈ ലിസ്റ്റിൽ എടുക്കണമെന്നർത്ഥം. അപ്പൊ സിസർ എടുക്കും. ലിസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനിവിടെ മേലെ ലിങ്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ യൂസർ ചോയ്സിലും ഇപ്പോൾ റോക്കോ പേപ്പറോ സിസറോ എന്താണ് യൂസർ എൻട്രി ചെയ്ത നമ്പർ അതിനനുസരിച്ച് വന്നിട്ടുണ്ടാവും. കമ്പ്യൂട്ടർ ചോയ്സിലും റാൻഡം ആയിട്ട് റോക്കോ പേപ്പറോ സിസറോ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 2 ചോയ്സുകൾ കിട്ടി. ഇനി നമുക്ക് നമ്മളുടെ ലോജിക് എഴുതണം. ലോജിക് എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ മേലെ വന്നിട്ട് ഓക്കെ DF റോക്ക് പേപ്പർ സിസർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, ഈ ഫംഗ്ഷനിലേക്ക് 2 ആർഗ്യുമെൻ്റ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്, യൂസർ ഇൻപുട്ടും യൂസർ ചോയ്സും കമ്പ്യൂട്ടർ ചോയ്സും. അപ്പോൾ ഞാനിവിടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്, റോക്ക് പേപ്പർ സിസർ എന്നുള്ള ഫംഗ്ഷൻ. എന്നിട്ട് ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ചോയ്സ് പാസ് ചെയ്യാം, പിന്നെ യൂസർ ചോയ്സും പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ റാൻഡമായി ചൂസ് ചെയ്തതും യൂസർ ചൂസ് ചെയ്തതും. എന്നിട്ട് അതിവിടെ വാങ്ങിക്കുമ്പോൾ നമുക്ക് 2 വേരിയബിൾ C എന്നും U എന്നും വിളിക്കാം, ടൈപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സിയിൽ കമ്പ്യൂട്ടർ ചോയ്സ് ഉണ്ടാവും, യുവിൽ യൂസർ ചോയ്സും ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഈഫ് എൽസ് കണ്ടീഷൻ എഴുതിയാൽ നമ്മളുടെ ലോജിക്കൊക്കെ കഴിഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈഫ് C ഈക്വൽ ടു U ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എഴുതാം. ഓക്കെ, ഇഫ് C ഈക്വൽ ടു U ആണെങ്കിൽ, അതായത് കമ്പ്യൂട്ടർ ചോയ്സും യൂസർ ചോയ്സും സെയിം ആണെങ്കിൽ എന്താണ് അതിനർത്ഥം? ടൈ ആണെന്നർത്ഥം. അപ്പം ഞാനിവിടെ പ്രിന്റ് ടൈ എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി അല്ലെങ്കിൽ എലിഫ് കമ്പ്യൂട്ടർ ചോയ്സ് ഓക്കെ ഇസ് ഈക്വൽ ടു റോക്കും ആൻഡ് യൂസർ ചോയ്സ് ഇസ് ഈക്വൽ ടു റോക്കും പേപ്പറും ആണെങ്കിൽ. ഓക്കെ, റോക്കും പേപ്പറും ആണെങ്കിൽ എന്താ? C ഈക്വൽ ടു റോക്ക് ആൻഡ് U ഈക്വൽ ടു പേപ്പർ, രണ്ടും ട്രൂ ആയാൽ ആരാ വിൻ ചെയ്യുക? യൂസർ വിൻ ചെയ്യും. പേപ്പർ റോക്കിന് മൂടുമല്ലോ, അപ്പോൾ യൂസർ വിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ യൂസർ വിൻ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ബാക്കി 2 കണ്ടീഷനും കൂടെ ഇതേ ഇഫിൻ്റെ കൂടെ എഴുതാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വന്നാലോ, അല്ലെങ്കിൽ ഓർ എന്നാണ് നമ്മൾ അതിനെ എഴുതുക. ഓർ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ എന്താണ്? കമ്പ്യൂട്ടർ ഇസ് ഈക്വൽ ടു പേപ്പറും ഓക്കെ ആൻഡ് ഓക്കെ യൂസർ ഇസ് ഈക്വൽ ടു കമ്പ്യൂട്ടർ പേപ്പറും യൂസർ സിസറും ആയാൽ അപ്പോഴും യൂസർ അല്ലേ ജയിക്കുക. ഓക്കെ, അപ്പോൾ യൂസർ വിൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വന്നാലും യൂസർ വിൻ ചെയ്യും. ഓർ വീണ്ടും ഒരു ഓർ, പിന്നെ അവസാനം എന്താണ്? കമ്പ്യൂട്ടർ ഇസ് ഈക്വൽ ടു സിസർ ഓക്കെ സിസറും ആൻഡ് യൂസർ ഇസ് ഈക്വൽ ടു സിസറിൻ്റെ കൂടെ ഏതാണ്? റോക്കും. യൂസർ റോക്ക് ആകുമ്പോൾ സിസർ യൂസർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ യൂസർ വിൻ ചെയ്യും. ഓക്കെ, കമ്പ്യൂട്ടർ റോക്കും യൂസർ പേപ്പർ ആവാം, അല്ലെങ്കിൽ പേപ്പർ സിസർ ആവാം, അല്ലെങ്കിൽ സിസർ റോക്ക് ആവാം. ഇങ്ങനെയുള്ളതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, അതുകൊണ്ടാണ് നമ്മൾ ഓർ കൊടുത്തിരിക്കുന്നത്. ഓർ കൊടുത്താൽ ഇതിൻ്റെ അർത്ഥം ഇതോ അല്ലെങ്കിൽ ഇതോ ട്രൂ ആയാൽ ഈ മൊത്തം എക്സ്പ്രഷൻ ട്രൂ ആവും എന്നർത്ഥം. ആൻഡ് കൊടുത്താൽ അതിനർത്ഥം ഇതും ട്രൂ ആവണം, ഇതും ട്രൂ ആവണം. അതായത് കമ്പ്യൂട്ടർ റോക്കും ആവണം, യൂസർ പേപ്പറും ആവണം. ഇത് രണ്ടും ട്രൂ ആയാലേ ഈ ഒരു മുഴുവൻ എക്സ്പ്രഷൻ ട്രൂ ആവുള്ളൂ. അതാണ് ആൻഡും ഓറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആൻഡ് ഓറൊക്കെ നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് ഒരുമിച്ച് എഴുതാം. ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ നമ്മൾ എന്താ പ്രിന്റ് ചെയ്യുക? യൂസർ വിൻസ് എന്ന് പ്രിന്റ് ചെയ്യുക അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് വന്നാൽ യൂസർ വിൻസ്, അല്ലെങ്കിൽ ടൈ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ആരാണ് വിൻ ചെയ്യുക? എൽസ് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. വീണ്ടും നമ്മൾ കണ്ടീഷൻ ഒന്നും എഴുതണ്ട. കമ്പ്യൂട്ടർ വിൻസ് 3 എക്സ്ക്ലമേഷൻ. ഇത്രയേ ഉള്ളൂ റോക്ക് പേപ്പർ സിസറിൻ്റെ ലോജിക്ക്. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. പക്ഷേ റൺ ചെയ്ത് നോക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു പ്രിന്റും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിലാണ്. അതായത് കമ്പ്യൂട്ടർ എന്താണ് ഗസ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല, നമുക്ക് യൂസർ എൻട്രി ചെയ്ത് എന്താണെന്ന് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഇതിൽ C വാല്യൂ എന്താണ് ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴും വരാമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു എന്താ പറയുക, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് ജസ്റ്റ് സ്ട്രിങ്ങിൽ പ്രിന്റ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് C അവിടെ പ്രിന്റ് ചെയ്യുക. എന്നിട്ടൊരു കോമയും കൂടെ ഇട്ടിട്ട് യൂസർ എന്ന് കൊടുത്തിട്ട് ഒരു കോമ ഇട്ടിട്ട് അവിടെ യുവും പ്രിന്റ് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ചോയ്സും യൂസറിൻ്റെ ചോയ്സും അവസാനം ഒന്ന് പ്രിന്റ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്യുമ്പോൾ നോക്കൂ, പ്രസ് 1 2 3 എന്ന് വന്നു. അപ്പോൾ ഞാൻ യൂസർ എന്നുള്ള നിലയ്ക്ക് 1 എന്ന് പ്രസ് ചെയ്യാണ്. അപ്പോൾ യൂസർ വിൻസ്, കാരണം യൂസർ റോക്ക് ആയിരുന്നു, കമ്പ്യൂട്ടർ അപ്പോൾ സിസർ എന്നാണ് ഗസ് ചെയ്തത്, റോക്ക് സിസറിനെ ബ്രേക്ക് ചെയ്യും, അപ്പോൾ യൂസർ വിൻ ചെയ്യും. ഇനി വീണ്ടും റൺ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ വീണ്ടും നമുക്ക് 2 കൊടുത്തു നോക്കാം. അപ്പോൾ യൂസർ പേപ്പറാണ് ഞാൻ ഗസ് ചെയ്തത്, കമ്പ്യൂട്ടർ സിസറാണ്. അപ്പോൾ പേപ്പറും സിസറും വരുമ്പോൾ കമ്പ്യൂട്ടർ വിൻസ് അല്ലേ. ഇനി നമുക്ക് വീണ്ടും റൺ ചെയ്ത് നോക്കാം. വീണ്ടും നമുക്ക് 1 തന്നെ കൊടുത്തു നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ പേപ്പറായിരുന്നു, യൂസർ റോക്കായിരുന്നു, അപ്പോൾ കമ്പ്യൂട്ടർ വിൻസ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം റൺ ചെയ്താൽ
അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ കണ്ടോ കമ്പ്യൂട്ടറും റോക്കും എന്താന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ ജയിച്ചത്. നമ്മൾ സിസർ ഗസ് ചെയ്തു, അപ്പോൾ യൂസർ റോക്കാണ് എടുത്തത്, അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ റോക്കാണ് എടുത്തത്, അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ ജയിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള റോക്ക് പേപ്പർ സിസർ ഗെയിം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.